നമസ്കാരം. ഡിജോ കാപ്പൻ എന്ന കാപ്പൻ ചേട്ടൻ ഇനിയില്ല. 4 ദിവസം മുമ്പാണ് എൻ്റെ പ്രിയ സുഹൃത്ത് ജെയിംസ് വടക്കൻ കാപ്പൻ ചേട്ടനെ ആശുപത്രിയിലെത്തി കണ്ടത്. കഴുത്തിന് താഴെ തളർന്നു കിടക്കുന്നു. എങ്കിലും തല അനക്കാൻ കഴിയും. വടക്കൻ ചേട്ടനെ കണ്ട കാപ്പൻ ചേട്ടൻ പറയുന്നു, നീ എന്തിനാടാ തല മൊട്ടയടിച്ച്? തടിയൊക്കെ കൂടിയല്ലോ, എല്ലാം ഒന്ന് ശ്രദ്ധിക്കണം. കഴുത്തിന് താഴെ തളർന്നു കിടക്കുകയാണ് കാപ്പൻ ചേട്ടൻ. ജെയിംസ് വടക്കൻ അറിയാം, ഇനി അധിക ദിവസം കൂടി ഡിജോ കാപ്പൻ ആയുസില്ല എന്ന്. ഡിജോ കാപ്പനും അത് തിരിച്ചറിഞ്ഞിരുന്നു. എങ്കിലും മുഖത്തെ ആ സൗഹൃദവും ചിരിയുമൊന്നും മായുന്നില്ല. മരണത്തിന് മുന്നിലും തമാശ പൊട്ടിക്കുന്ന ഡിജോ കാപ്പൻ്റെ മുഖം ജെയിംസ് വടക്കൻ്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല. എന്നും ജനങ്ങളുടെ വശത്തു നിന്ന് ജനങ്ങൾക്ക് വേണ്ടി വാദിച്ച ഡിജോ കാപ്പൻ എല്ലാ വിഷയങ്ങളും അദ്ദേഹം ആഴത്തിൽ പഠിക്കും. പൊതുസമൂഹത്തിന് മുന്നിൽ തനിക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ അദ്ദേഹം ചങ്കൂറ്റത്തോടെ വിളിച്ചു പറയും. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക രേഖകളും ബജറ്റ് രേഖകളുമൊക്കെ ഇത്രത്തോളം ഹൃദയസ്ഥമാക്കിയ മറ്റൊരു പൊതുപ്രവർത്തകൻ കേരളത്തിലില്ല. അദ്ദേഹം പൊതുവേദികളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും ഇന്നേ വരെ നിഷേധിക്കപ്പെട്ടിട്ടില്ല. പൊതു താൽപര്യ ഹർജികളുമായി ഹൈക്കോടതിയിലെത്തുന്ന ഡിജോ കാപ്പൻ ഇന്ന് വരെ കോടതികളിൽ പരാജയം എന്തെന്നറിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ഒക്ടോബർ 15-ാം തീയതി കേരള യൂണിവേഴ്സിറ്റിയിൽ ഉദ്യോഗസ്ഥയായ ഭാര്യ ബിനി, ഭാര്യ താമസിക്കുന്നത് തിരുവനന്തപുരത്തെ ഒരു ഫ്ളാറ്റിൽ. തിരുവല്ലയിൽ ട്രാൻസ്പോർട്ട് മിഷൻ 31 എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് ശേഷം ഡിജോ കാപ്പൻ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. മൂത്ത മകന്റെ ഭാര്യയും കുട്ടിയും ദുബായിൽ നിന്ന് വരുന്നു, അവരെ സ്വീകരിക്കണം. ഡിജോ കാപ്പന്റെ ഭാര്യ താമസിക്കുന്ന ഫ്ളാറ്റിൽ നിന്ന് അവർ താഴേക്ക് ഇറങ്ങുന്നു. കുത്തിറക്കമുള്ള ഒരു റാമ്പാണ് ഫ്ളാറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ. റാമ്പിലൂടെ താഴേക്ക് കാർ ഓടിക്കുന്നത് ഡിജോ കാപ്പൻ. പൊടുന്നനെ കാറിന്റെ ബ്രേക്ക് നഷ്ടപ്പെടുന്നു. കാർ അമിത വേഗത്തിലായി. തൊട്ടടുത്ത് ഇടതുവശം ഇരിക്കുന്നത് തന്റെ ഭാര്യ. പെട്ടെന്ന് തന്നെ ഡിജോ കാപ്പൻ അപകടം തിരിച്ചറിഞ്ഞു. അദ്ദേഹം കാറ് വലതുവശത്തേക്ക് വെട്ടിച്ച് തൻ്റെ ഭാഗം കൊണ്ടുചെന്ന് ഭിത്തിയിലിടിപ്പിച്ചു. ആ അപകടത്തിലും ഡിജോ കാപ്പൻ കാട്ടിയത് പൊതു താൽപര്യം. ഭാര്യയെ രക്ഷിക്കാൻ ഡ്രൈവർ സീറ്റിൻ്റെ ഭാഗം ഭിത്തിയിലിടിപ്പിച്ച അപകടം. പെട്ടെന്ന് തന്നെ PRS ആശുപത്രിയിലേക്ക് ഡിജോ കാപ്പനെ കൊണ്ടുപോയി. ഭാര്യയ്ക്ക് അപകടമൊന്നും സംഭവിച്ചിരുന്നില്ല. PRS ആശുപത്രിയിൽ ചികിത്സ തേടിയ ഡിജോ കാപ്പന് കഴുത്തിന് താഴെ ആകെ മരവിച്ച നില. തൻ്റെ കഴുത്തിന് താഴെയുള്ള ശരീരം തളർന്നു എന്ന് ഡിജോ കാപ്പൻ തിരിച്ചറിയുന്നു. വീട്ടുകാരും സുഹൃത്തുക്കളുമൊക്കെ ചേർന്ന് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ എയർലിഫ്റ്റ് ചെയ്ത് വെല്ലൂരിലേക്ക്. 110 ദിവസം വെല്ലൂർ ആശുപത്രിയിൽ കിടന്നു. എന്നാൽ ശ്വാസകോശത്തിനുണ്ടായ പരിക്ക് കാരണം ഫിസിയോതെറാപ്പിക്ക് നിർവാഹമില്ല. വെല്ലൂർ ആശുപത്രി കൈയൊഴിഞ്ഞു. പാല മാർസ്ലീവ ആശുപത്രിയിലേക്ക്. മാർസ്ലീവ ആശുപത്രിയിൽ വെച്ചാണ് ഡിജോ കാപ്പൻ്റെ മരണം. കഴിഞ്ഞ 10 ദിവസമായി ഇനി രക്ഷയില്ല എന്ന് സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ മനസ്സിലാക്കിയിരുന്നു. ഡിജോ കാപ്പനും തൻ്റെ മരണം മുന്നിൽ കണ്ടു. കഴുത്തിന് താഴെ തളർന്നു കിടക്കുകയാണ്. എന്നാൽ ഓർമ്മയ്ക്കും ബുദ്ധിക്കുമൊന്നും ഒരു കുറവുമില്ല. എല്ലാവരെയും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് സുഹൃത്തുക്കൾ സംസാരിക്കുമ്പോൾ അവർ ആദ്യം പറയുന്നത് ഡിജോ കാപ്പനില്ലാത്ത തെരഞ്ഞെടുപ്പ് എന്നാണ്. മാണി സി കാപ്പന് 2021 തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനും വലിയ ഭൂരിപക്ഷം നേടാനും കഴിഞ്ഞുവെങ്കിൽ അതിനു പിന്നിൽ ഒരു ക്യാപ്റ്റൻ്റെ രഹസ്യമുണ്ട്. അതായിരുന്നു ഡിജോ കാപ്പൻ. ഒരു തെരഞ്ഞെടുപ്പ് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് ഡിജോ കാപ്പന് വ്യക്തമായി അറിയാം. PT തോമസിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം, ഇന്ദ്രധനുസിൽ തൂവൽ പൊഴിയും തീരം. തൻ്റെ ഭരണശേഷം ചന്ദ്രകളഭം പാട്ട് കേൾപ്പിക്കണമെന്ന PT അവസാന ആഗ്രഹം ലോകത്തെ അറിയിച്ചത് തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഡിജോ കാപ്പൻ. എന്നാൽ അതേ കൂട്ടുകാരൻ ഈ മനോഹര തീരത്ത് നിന്ന് അസാധാരണ വഴികളിലൂടെ നടന്ന ഒരു ജനനായകനായിരുന്നു. അദ്ദേഹവും ഇപ്പോൾ മടങ്ങിയിരിക്കുന്നു. കേരളത്തിലെ സാധാരണക്കാർക്ക് വേണ്ടി വാദിക്കാൻ ഇനി നായകനില്ല. ഡിജോ കാപ്പൻ ഒരു നിശബ്ദ പോരാളിയായിരുന്നു. എന്നും നീതിക്ക് വേണ്ടി അദ്ദേഹം ശബ്ദമുയർത്തി. ഇന്നലകളിൽ രാഷ്ട്രീയത്തിൻ്റെ ഉച്ചസ്ഥായിയിലെത്തിയ പ്രവർത്തനമായിരുന്നു ഡിജോ കാപ്പനുള്ളത്. എന്നാൽ പിന്നീട് സ്വച്ഛതയുടെ തീരത്ത് അദ്ദേഹം നിശബ്ദമായി തൻ്റെ പോരാട്ടം തുടർന്നു. കേരളത്തിലെ ഏറ്റവും പ്രമുഖ ഉപഭോക്തൃ സംരക്ഷണ പ്രവർത്തകനാണ് ഡിജോ കാപ്പൻ എന്ന 67 വയസ്സുള്ള ഈ ജനനായകൻ. ഉപഭോക്തൃ കർഷക അവകാശങ്ങൾക്കായി സന്ധിയില്ലാത്ത പോരാട്ടം, അതാണ് ഡിജോ കാപ്പനെ കേരളം വേറിട്ട് കാണുന്ന ഏറ്റവും വലിയ ഒരു പോരാളിയുടെ മുഖം. സാധാരണക്കാരൻ്റെ ശബ്ദമായി അദ്ദേഹം ചാനൽ മുറികളിലും കോടതി മുറികളിലും തെരുവുകളിലുമൊക്കെ നിറഞ്ഞു നിന്നു. ഉപഭോക്തൃ സംരക്ഷണം ലക്ഷ്യമിട്ട് 1988 അദ്ദേഹം സ്ഥാപിച്ച സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ പോരാട്ടങ്ങളുടെ കനൽ വഴിയിലൂടെ ആ സ്ഥാപനം നടന്നു നീങ്ങുമ്പോൾ അമരത്ത് ഡിജോ കാപ്പൻ എന്ന പോരാളി. പൊതുനിരത്തുകളിൽ ഗതാഗതം തടസ്സപ്പെടുത്തിയുള്ള രാഷ്ട്രീയ യോഗങ്ങൾക്കെതിരെ, അനധികൃത പരസ്യ ബോർഡുകൾക്കെതിരെ അദ്ദേഹം നടത്തിയ നിയമയുദ്ധം ഹൈക്കോടതിയുടെ ചരിത്രവിധികൾക്ക്
സാക്ഷ്യം വഹിച്ചു. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് ഉയർത്തുന്ന ഭീഷണികളിലും കൊച്ചിയിലെ ജനങ്ങളുടെ ആരോഗ്യത്തിനു വേണ്ടിയും അദ്ദേഹം ഉറച്ച നിലപാടുകളാണ് സ്വീകരിച്ചത്. പാല ഇടമറ്റം കാപ്പിൽ കുടുംബത്തിൽ KC ജോസഫിൻ്റെയും മേരിയുടെയും മകനായി ജനിച്ച ഡിജോ സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ കേരള വിദ്യാർത്ഥി കോൺഗ്രസിലൂടെ സജീവ രാഷ്ട്രീയത്തിലെത്തി. 82-ൽ കേരള സർവകലാശാല യൂണിയൻ ജനറൽ സെക്രട്ടറി, KSC സംസ്ഥാന പ്രസിഡന്റ്, യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ്, കേരള കോൺഗ്രസ് ബി സംസ്ഥാന സെക്രട്ടറി എന്നീ നിലകളിലേക്ക് പിന്നീട് വളർന്നു. കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാനായും കേരള വോളിബോൾ അസോസിയേഷൻ സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ചു. റെയിൽവേ യാത്രാക്ലേശം, വൈദ്യുതി നിരക്ക് വർധനവ്, ഗുണനിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങളുടെ വിപണനം തുടങ്ങി സാധാരണക്കാരനെ ബാധിക്കുന്ന ഏത് വിഷയങ്ങളിലും അദ്ദേഹം നിലപാടുയർത്തി. കേരള സർവകലാശാല മുൻ രജിസ്ട്രാർ ഡോക്ടർ മിനി കാപ്പനാണ് ഭാര്യ. പൊതുസമൂഹത്തിന്റെ ലോലസ്പന്ദനങ്ങൾ പോലും അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു. ഉറക്കമില്ലാതെ എന്നും ജനത്തിനു വേണ്ടി കാവൽ നിന്ന കാവലാൾ. ധാർമ്മികതയിൽ അസ്ഥിവാരമുറപ്പിച്ച ഒരു പൊതുപ്രവർത്തകനായിരുന്നു ഡിജോ കാപ്പൻ. പണവും അധികാരവും പ്രശസ്തിയും സമ്പാദിക്കാനുള്ള വെമ്പലിൽ ധാർമ്മികതയും സദാചാരവും ഒക്കെ സമൂഹത്തിന് കൈമോശം വരുമ്പോൾ അവിടെ ഒരു ഓർമ്മപ്പെടുത്തലായി അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ. പാല സെന്റ് തോമസ് കോളേജിൽ 1979-ൽ കോളേജ് യൂണിയൻ ചെയർമാനായി ജയിച്ചു വന്ന ഡിജോ കാപ്പൻ അന്ന് കോളേജിനെ ഞെട്ടിച്ചത് തൻ്റെ പെരുമാറ്റത്തിലൂടെ. തന്നോട് മത്സരിച്ച് തോറ്റ എതിർ സ്ഥാനാർത്ഥി ശ്രീ AV ജോർജിനെ അദ്ദേഹം കോളേജ് യൂണിയൻ ഉദ്ഘാടനം ചെയ്യാനായി ക്ഷണിച്ചപ്പോൾ ഒരു നിമിഷം കോളേജ് ഒന്നടങ്കം സ്തബ്ധമായി. അന്നത്തെ പ്രിൻസിപ്പലായിരുന്ന പ്രൊഫസർ ചാക്കോ സാറിനും അധ്യാപകർക്കും കുട്ടികൾക്കും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനുമൊക്കെ ഇതൊരു പുത്തൻ കാഴ്ചയായി. വിദ്യാർത്ഥി യുവജനങ്ങൾക്കിടയിൽ താരത്തിളക്കമുള്ള നേതാവ്, അതാണ് ഡിജോ കാപ്പനെ വേറിട്ട് നിർത്തിയത്. ഒടുവിൽ 1998-ൽ ഡിജോ കാപ്പൻ ഒരു പ്രഖ്യാപനം നടത്തി, താൻ സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നുവെന്ന്. ഭാഗ്യാന്വേഷികളും കുതിരക്കച്ചവടക്കാരും തള്ളിക്കയറി ചവിട്ടിക്കുഴയ്ക്കുന്ന രാഷ്ട്രീയ നേതൃരംഗത്ത് നഷ്ടപ്പെടുന്ന മൂല്യങ്ങളെക്കുറിച്ച് ആർക്കും ആവലാതി ഇല്ലാതായെന്നും ആത്മാർത്ഥത ഇല്ലാതായി എന്നും ഡിജോ തിരിച്ചറിഞ്ഞ നാളുകൾ. മറുവശത്ത് തികഞ്ഞ ഈശ്വരവിശ്വാസി, ക്രൈസ്തവ സഭയോടുള്ള തൻ്റെ സ്നേഹം. 1998-ൽ കക്ഷി രാഷ്ട്രീയം ഉപേക്ഷിച്ചാണ് ഉപഭോക്തൃ സംരക്ഷണത്തിനായി അദ്ദേഹം ഇറങ്ങിത്തിരിച്ചത്. അത് ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം തൻ്റെ ജീവിതം ഒഴിഞ്ഞുവച്ച ഒരു സംഭവമായി മാറി. പാലായിലെ പുരാതനമായ ക്രിസ്ത്യൻ കുടുംബമാണ് കാപ്പിൽ. ആ കുടുംബ പേരിനെ എടുത്ത് കാപ്പൻ തൻ്റെ പേരിനൊപ്പം ചാർത്തി. സാധാരണ കാപ്പിൽ കുടുംബാംഗങ്ങൾ കാപ്പൻ എന്ന പേര് തങ്ങളുടെ പേരിനൊപ്പം ചേർക്കും. ഡിജോ കാപ്പൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പിതാവ് ഡിജോയോട് പറഞ്ഞു, ഇനി ഈ വീട്ടിൽ രാഷ്ട്രീയമൊന്നും വേണ്ട. എന്നാൽ സ്കൂളിൽ വിജയിക്കാൻ സാധ്യതയുള്ള ഒരേ ഒരു നേതാവ് ഡിജോ മാത്രമാണ്, അതുകൊണ്ട് മത്സരിച്ചേ തീരൂ എന്ന് സംഘടന. ഒടുവിൽ 10ാം ക്ലാസ്സിൽ തുടങ്ങിയ മത്സരം പിന്നീട് കോളേജ് പഠനകാലത്ത് എല്ലാ വർഷവും മത്സരിക്കും, ജയിക്കും. ഏറ്റവും സ്വീകാര്യതയുള്ള നേതാവായി ഡിജോ വളർന്നു. കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം സഞ്ചരിക്കുന്ന ചലച്ചിത്രോത്സവം കോളേജുകളിൽ നടത്തി. ഓരോ കോളേജുകളിലും വാഹനത്തിലെത്തി തെരഞ്ഞെടുത്ത ചലച്ചിത്രങ്ങൾ അവർക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഇത്രയധികം പ്രശോഭിച്ച ഡിജോ കാപ്പൻ പക്ഷെ പിന്നീട് രാഷ്ട്രീയ കുതിരക്കച്ചവടങ്ങൾക്കിടയിൽ താഴേക്ക് വീണു. സംഘടനാ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന കാലത്ത് അദ്ദേഹം ഒരിക്കലും സീറ്റ് ആവശ്യപ്പെട്ടിരുന്നില്ല. യാത്രാരംഗത്ത് ബസ് ചാർജ് വർധനയുമായി ബന്ധപ്പെട്ട് ഹിയറിംഗ് നടക്കുമ്പോൾ ഡിജോ കാപ്പനെ നമുക്ക് അവിടെ കാണാം. പൊതുജനങ്ങൾക്കുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത കമ്മീഷനെ ബോധ്യപ്പെടുത്താൻ ഡിജോ കാപ്പൻ നീണ്ട പഠനത്തിന് ശേഷമാകും ഇത്തരം ഹിയറിങ്ങുകളിൽ പ്രത്യക്ഷപ്പെടുക. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ അദ്ദേഹം നിരന്തരം അധികൃതരെ സമീപിച്ചുകൊണ്ടിരുന്നു. കോടതികളെ ബോധ്യപ്പെടുത്തി കൊടുത്തു. വൈദ്യുതി നിരക്ക് വർധനയുടെ ശാസ്ത്രീയ വശങ്ങൾ ഡിജോ കാപ്പനോടും ഹൃദയസ്ഥമാക്കിയ മറ്റൊരാൾ കേരളത്തിലില്ല. രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ പലർക്കും ലഭിക്കുന്ന ജനപിന്തുണയെ ചില നേതാക്കൾ സ്വാർത്ഥ മോഹസബലീകരണത്തിനായി ദുർവിനിയോഗം ചെയ്തു എന്ന് പലപ്പോഴും ഡിജോ കാപ്പൻ അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ആ വഴിയിൽ മാർഗതടസ്സമാകുമെന്ന ഭയത്തിൽ പലരും പല പ്രമുഖരെയും വെട്ടിനിരത്തിയിട്ടുണ്ട്. മുതിർന്ന നേതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ പിന്മുറയിൽപ്പെട്ട അടുത്ത തലമുറയ്ക്ക് അധികാരം കൈമാറേണ്ടി വരുമോ എന്ന ഭയം പലപ്പോഴും പിൻഗാമികളെ വെട്ടിയെറിയാൻ അവരെ നിർബന്ധിതരാക്കും. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സമത്വം, ജനാധിപത്യം, മതേതരത്വം, ന്യൂനപക്ഷാവകാശങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി അദ്ദേഹം നിരന്തരം ശബ്ദമുയർത്തി. മധ്യ തിരുവിതാംകൂറിലെ യുവതലമുറയ്ക്ക് ഒരു മാതൃക നേതാവായി വളർന്നു ഡിജോ കാപ്പൻ.
പലരും ആരാധനയോടെ യുവനേതാവിനെ നോക്കിക്കണ്ടു. രാഷ്ട്രീയത്തിന്റെ അതിർവരമ്പുകളിലൂടെ സൂക്ഷ്മതയോടെ അദ്ദേഹം സഞ്ചരിച്ചു. യുവതലമുറ വഴിതെറ്റുമ്പോൾ ഒരു പിതാവിന്റെ ശാസന അത് അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ പലപ്പോഴും കേട്ടു. രാഷ്ട്രീയ, സാമൂഹിക, ഔദ്യോഗിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന പലരുമായും അദ്ദേഹത്തിന് അടുത്ത മാനസിക ബന്ധമുണ്ട്. എല്ലാവർക്കും ഒരു സഹോദരനാണ്, സുഹൃത്താണ് ഡിജോ. 1970കളുടെ രണ്ടാം പകുതിയിൽ കോട്ടയത്ത് TV റോഡിലെ ഇന്ത്യൻ കോഫി ഹൗസ് പല സൗഹൃദ കൂട്ടായ്മകൾക്കും ഇടമൊരുക്കി. അന്ന് ഡിജോ കാപ്പന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് യുവജന നേതാവായ CK ജീവനായിരുന്നു. 1998 CK ജീവൻ അകാലത്തിൽ വിട പറഞ്ഞു. CK ജീവന്റെ മരണത്തെ തുടർന്ന് രൂപീകരിച്ച CK ജീവൻ സ്മാരക ട്രസ്റ്റ് 2 പതിറ്റാണ്ട് കാലത്തോളം വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികൾ നടത്തി. വ്യത്യസ്ത രാഷ്ട്രീയം പേറുന്നവർ തന്നോട് പുലർത്തുന്ന സൗഹൃദം പലപ്പോഴും ഡിജോ കാപ്പനെ അതിശയിപ്പിച്ചിട്ടുണ്ട്. KSUയുടെ അമരക്കാരനായി നിന്നപ്പോൾ മറുവശത്ത് KSU നേതാവായ ശ്രീ PT തോമസ് പിന്നീട് ഡിജോ കാപ്പന്റെ ജീവിതത്തിന്റെ തന്നെ ഭാഗമായി. സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ എന്ന സംഘടന ജെയിംസ് വടക്കനൊപ്പം ചേർന്ന് 1989 രജിസ്റ്റർ ചെയ്തത്. ഈ സംഘടനയുടെ പേരിൽ ഹൈക്കോടതി, സുപ്രീം കോടതി എന്നിവിടങ്ങളിൽ പൊതുതാൽപര്യം കണക്കിലെടുത്ത് 25ലധികം കേസുകൾ നടത്തി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാല നിയമസഭാ മണ്ഡലത്തിൽ മാണി സി കാപ്പന് പകരം ഡിജോ കാപ്പൻ മത്സരിക്കും എന്ന കിംവദന്തി പരന്നിരുന്നു. ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് താനില്ല എന്ന് ഡിജോ കാപ്പൻ അടുത്ത സുഹൃത്തുക്കളോടപ്പോൾ പറഞ്ഞു. തികച്ചും ലളിതമായ ശൈലികൾ, കഠിനാധ്വാനം, സ്വന്തം ജോലിയോടുള്ള അതീവ പാഷൻ, സുതാര്യതയെ മുറുകെ പിടിക്കുന്ന പ്രവർത്തനം, കൂടെ നിൽക്കുന്നവരെ അദ്ദേഹം ചേർത്ത് പിടിക്കും. ഓരോ ശ്വാസത്തിലും നാളത്തെ കേരളം അദ്ദേഹം സ്വപ്നം കണ്ടു. ഈ പച്ചയായ മനുഷ്യൻ ഇന്ന് നമ്മെ വിട്ടുപിരിഞ്ഞു. എന്നും തൻ്റെ കർമ്മമണ്ഡലത്തിൽ പുതിയ പദ്ധതികളുമായി രംഗപ്രവേശം ചെയ്യുന്ന ഡിജോ കാപ്പൻ. ചില വാർത്തകൾ മലയാളി വാർത്തയിൽ ഞാൻ അവതരിപ്പിക്കുമ്പോൾ എനിക്കൊരു കോൾ വരും. മറുവശത്ത് പ്രിയപ്പെട്ട കാപ്പൻ ചേട്ടൻ, സോയ്ബോൻ്റെ വാർത്ത ഞാൻ കേട്ടു, ആ വാർത്തയിൽ ഇന്ന പോയിന്റ്സ് ഉൾപ്പെടുത്തിയത് നന്നായി. ഇനി ഈ വിഷയത്തിൽ വാർത്ത അവതരിപ്പിക്കുമ്പോൾ ചില പോയിന്റുകൾ എനിക്ക് കൂട്ടിച്ചേർക്കാനുണ്ട്. പലപ്പോഴും എന്നെ തേടിയെത്തുന്ന ആ ഫോൺ കോൾ ജീവിതം അധ്വാനിക്കുന്നവരുടേതാണ് എന്ന് കാട്ടിക്കൊടുത്തത് സ്വന്തം ജീവിതത്തിലൂടെ. ഡിജോ കാപ്പൻ എന്ന വലിയ മനുഷ്യൻ ഇനി നമുക്കിടയിലില്ല. അദ്ദേഹത്തെ സ്വർഗത്തിൽ ദൈവം ചേർത്ത് പിടിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കാരണം എന്നും അദ്ദേഹം ദൈവത്തെ വിളിച്ചിരുന്നു. തികച്ചും ഒരു വിശ്വാസിയായിരുന്ന നല്ല മനുഷ്യൻ. ആ പച്ചയായ മനുഷ്യൻ ഇത് നമുക്കിടയിൽ നിന്ന് കടന്നുപോയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.